അമരാവതി സ്വദേശി സമീർ ബിനാലയിലെ വ്യത്യസ്ത കലാകാരനായി മാറുന്നു. കടുവ ഇടുക്കിയിലെ പല മേഖലകളിലും ഇറങ്ങി ആൾക്കാരെയും ജന്തുജാലങ്ങളെയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതി ഉയരുന്ന സമയത്താണ് സമീറിന്റെ വ്യത്യസ്തമായ കലാപ്രകടനം. കടുവയും ഒരു ജീവിയാണ്. ആ ജീവിക്കും ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനെ നാം ഉപദ്രവിക്കരുത്. കാട്ടിൽ അതിന് ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞപ്പോൾ, കുടിക്കുവാൻ വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി എന്ന് മാത്രം. ഇതാണ് സമീറിന്റെ ഈ വരകൾ നമ്മോട് പ്രതീകാത്മകമായി മന്ത്രിക്കുന്നത്. കാലിക പ്രസക്തമായ ചിന്തയും അതിലേറെ ആഴത്തിലോടിയ വരയുമാണ് സമീറിന്റെ ഈ ചിത്രത്തിലൂടെ മലയാള മണ്ണിന് മുന്നിലായി ഈ ബിനാലെ വേദി സമർപ്പിക്കുന്നത്. തീർച്ചയായും സമീർ ഒരു ചിത്രകാരനായിരുന്നില്ല. പൊടുന്നനെയുണ്ടായ ഒരാശയം ബിനാലെ വേദിയുമായി സംയോജിച്ച് ഇവിടെ നടപ്പിലാക്കുക മാത്രമാണ് സമീർ ചെയ്തത് എന്ന് സമീർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കലാകാരന്റെ മനസ്സിൽ ഭാവന ഒരു വളരെ വലിയ അളവ് വരെ പ്രതിഷേധവും പ്രതിരോധവും പ്രതീകാത്മകവുമായി മാറുന്ന നേർക്കാഴ്ചയും നേർവരയുമാണ് ഈ കടുവ കാഴ്ച. കൊച്ചി ബിനാലെയുമായി ബന്ധപ്പെട്ട് നിരവധി വരകളുടെയും വർണ്ണങ്ങളുടെയും കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി ജെട്ടിയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുവാനായാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം സ്വദേശി സമീർ എന്ന ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് വരകളുടെ ലോകത്തിലേക്കോ കടന്നു ചെല്ലാതെ, ഇതൊന്നും പാഠഭാക്കായി പഠിക്കാതെ ആദ്യമായി വരച്ചു തുടങ്ങുന്ന ഒരു ചിത്രമാണ് നമുക്ക് പിന്നിൽ കാണുന്ന കടുവയുടേത്. അത് വെറും ഒരു ചിത്രമായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. ആ ചിത്രത്തിന് പിന്നിൽ ഒരുപാട് ആകർഷണീയമായ ഒരുപാട് ചിന്തയും ഈ ചിത്രകാരൻ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി പ്രദർശിപ്പിക്കുന്നു. എന്തു തോന്നുന്നു ഈ ഇങ്ങനെ ഒരു സബ്ജക്ട് ശ്രമിക്കാൻ എന്താണ് പ്രചോദനമായത്? കാരണം ഇന്നാളെ തന്നെ ഇപ്പോൾ വയനാട്ടിലെ 2 കടുവകളെ കൊന്ന സംഭവം തന്നെ ഇപ്പോൾ വന്നൊരു ഇഷ്യൂ മാറിയിരിക്കും. കാരണം ഒരു വൈൽഡ് എൻവയറൺമെന്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറവ് കൗണ്ട്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവജാലമാണ് ടൈഗർ. കാരണം അതിന്റെ കൗണ്ട് ഇപ്പോൾ മനുഷ്യന്റെ പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ മൂലം ഉണ്ടാകുന്ന അതായത് കാടുകൾ വെട്ടിത്തെളിപ്പിക്കുന്നു, അങ്ങനെ കുറെ സംഭവങ്ങൾ, ബിൽഡിങ്ങുകൾ പണിയുന്നു, അതിങ്ങനെ കയ്യേറി പുലികൾക്ക് ഇപ്പോൾ കാട്ടിൽ ജീവിക്കണതിൽ നേരെ നോക്കി നാട്ടിൽ വന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ പോലെ മാറിയിരിക്കുകയാണ്. അതിന് പ്രതീകാത്മകമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലേ? അപ്പൊ അത് തന്നെ. കാരണം ഇന്ന് ആളുകൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. ആട്ടിലൂടെ മനുഷ്യനും പല രീതിയിലും ഇപ്പൊ പലവർക്കും പല ചിന്തനമായിരിക്കും. ആട്ടിന്റെ കഴിവ് അതേപോലെ തന്നെ. വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു വാചകമാണ് സമീറിന്റെ വായിൽ നിന്നും ഇപ്പോൾ പൊഴിഞ്ഞു വീണത്. കാരണം പറയുന്നത് പലതും പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ കാഴ്ചയിൽ അത് വരയായി മാറുമ്പോൾ, ചിത്രമായി മാറുമ്പോൾ അതിന്റെ ഭാവനയുടെ പൂർണ്ണതയിൽ അത് മനസ്സിലാകുമെന്നാണ് സമീർ പറയുന്നത്.